ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി വൻ തുകയാണ് രാജ്യം ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുവിൽ 32,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കാസർകോട് കേന്ദ്ര സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. മന്ത്രിമാരായ കെ രാജൻ, എം ബി രാജേഷ്, എ കെ ശശീന്ദ്രൻ എന്നിവർ ബത്തേരിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. വയനാട്ടിലെ വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾക്കായി 13 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചതായി യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് നാളെ വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ജില്ലാ ഭരണകൂടവുമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി മറ്റന്നാൾ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പശ്ചിമതീര കനാൽ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. 325 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിർണായകമായ പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാരം, ചരക്ക് നീക്കം, പൊതുഗതാഗതം തുടങ്ങി വിവിധ മേഖലകൾക്ക് പദ്ധതി ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വിഹിതം ലഭിക്കുന്നതിനായി സുപ്രീംകോടതിയിൽ നൽകിയ കേസിൽ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തെ സാരമായി ബാധിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കേസിൽ നിന്ന് പിന്മാറുന്നതിന് സംസ്ഥാനത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, VHSC പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ജില്ലാ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെയും ഹയർ സെക്കൻഡറി, VHSC പരീക്ഷകൾ മാർച്ച് 1 മുതൽ 26 വരെയുമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുവാക്കൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതിനെ കേവലം ബ്രെയിൻ ഡ്രെയിൻ ആയി ചുരുക്കി കാണേണ്ടതില്ലെന്നും കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലിനെ ലോകത്താകെ വിന്യസിക്കുന്ന പ്രക്രിയയായി ഇതിനെ കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ യുവജനങ്ങളുമായി നടത്തിയ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 9ാമത് റെയ്സീന സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോതാക്കീസ് ഉദ്ഘാടന സെഷനിൽ മുഖ്യാതിഥിയാകും. ചതുരംഗ, സംഘർഷം, മത്സരം, സഹകരണം, സൃഷ്ടി എന്നതാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഇത്തവണത്തെ റെയ്സീന സംഭാഷണത്തിന്റെ ചിന്താവിഷയം. G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെ തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. G20 അധ്യക്ഷ പദവി ബ്രസീൽ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണിത്. കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലാ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി കിഴക്കേക്കോട്ട ശ്രീ കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് ഭക്ഷ്യമേള. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2ാംഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് തൈക്കാട്, നെട്ടയം എന്നിവിടങ്ങളിലും കോഴിക്കോട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും എറണാകുളത്ത് ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിലും യാത്ര ഇന്ന് പര്യടനം നടത്തി. കേന്ദ്ര സഹമന്ത്രി രാംദാസ് ആഠ്വലെ 3 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി ദ്വീപിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. NIOT കുടിവെള്ള പ്ലാന്റ്, കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ തുറമുഖ ജെട്ടികൾ, പ്ലാനറ്റോറിയം തുടങ്ങിയ മേഖലകളാണ് കേന്ദ്രമന്ത്രിയും സംഘവും സന്ദർശിച്ചത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനുള്ള കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കാർസാപ്പിന്റെ ഭാഗമായി രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല ആന്റിയോബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമായി മാറി കേരളം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.